അങ്ങനെ അവസാനം ആ ദിവസം എത്തിയിരിക്കുന്നു ഗൈസ്. ഇന്ന് നമ്മുടെ അമൃത ചേച്ചിയുടെ കല്യാണ ദിവസമാണ്. ഞാനും അമ്മയും റെഡിയായി നേരത്തെ ചേച്ചിയുടെ അടുത്തോട്ട് പോയി. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ചേച്ചി അവിടെ നിന്ന് റെഡിയായി വന്ന് ചേച്ചിയെ ക്യാമറമാൻ എല്ലാം കൂടെ നിർത്തി കൊല്ലുകയാണ്. ചേച്ചി ഫുള്ള് അവർ ചുറ്റും നിന്ന് ചേച്ചിയെ ഫോക്കസ് ചെയ്ത് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് തന്നെ. കുറച്ച് നേരം ചേച്ചിയുടെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ ചെന്നങ്ങോട്ട് ഇരുന്നതും ചേച്ചിയും ക്യാമറമാനും എല്ലാം വന്നു. പിന്നെ ഇനി വീട്ടിലെ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യം തന്നെ പെണ്ണിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ അമ്പിളിയമ്മയുടെയും സിനിമാവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്പിളിയമ്മയുടെയും സിനിമാവിൻ്റെ ഫോട്ടോ എടുത്ത് കഴിയാറായപ്പോഴത്തേക്ക് ചേച്ചി വന്നു. പിന്നെ ചേച്ചിയുടെ കൂടെ നിന്ന് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. പിന്നെ ചേച്ചിയെയും അമ്പിളിയമ്മയൊക്കെ പല പല പോസിൽ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓരോരുത്തരും നിന്ന് ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുപ്പായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ ഞങ്ങളും എടുത്തു. അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അടുത്ത ചേച്ചി എല്ലാവർക്കും ദക്ഷിണ കൊടുക്കലും അനുഗ്രഹം വാങ്ങലും ഒക്കെ ആയിരുന്നു. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മുതിർന്ന എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ പേരുണ്ടായിരുന്നു. ചേച്ചി എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇറങ്ങാൻ സമയമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് അമ്പിളിയമ്മ വിളക്കൊക്കെ എടുത്തു. ചേച്ചി അമ്പിളിയമ്മയെ കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അമ്പിളിയമ്മ വിളക്കൊക്കെ പിടിച്ചുകൊണ്ട് കയറാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇറങ്ങുന്നതിന് മുമ്പാണെങ്കിൽ എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അമ്പിളിയമ്മ വിളക്കും കൊണ്ട് വെളിയിലോട്ട് പോയിട്ട് ചേച്ചി അമ്പിളിയമ്മയെ കണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പിളിയമ്മ കയറി വരുന്നു. അപ്പോഴത്തേക്ക് ചേച്ചി ഇറങ്ങി വന്ന് അമ്പിളിയമ്മ ഇങ്ങനെ കണ്ടിട്ട് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ചേച്ചിയുടെ പുതിയ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളും ചേച്ചിയുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ചേച്ചിയും അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും ചേർന്നിട്ട് കാറിലോട്ട് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറകെ പോകുന്നു. ചേച്ചിയെ കാറിൽ കയറ്റി ഇരുത്തുന്നു. അങ്ങനെ ചേച്ചി കാറിലോട്ടൊക്കെ കയറി പോകാൻ തുടങ്ങുകയാണ്. കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ധൃതിയാണ്. പിന്നെ അങ്ങനെ ചേച്ചിയെ കാറിൽ കയറ്റി വിട്ട ശേഷം ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നിങ്ങോട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു വണ്ടിയുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടോട്ട് എല്ലാവരും കൂടെ നടന്നു വന്നു. അപ്പോഴത്തേക്ക് ചേച്ചി ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയി. പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം നല്ല ഫാസ്റ്റിലായിരുന്നു പോകുന്നത്. കാരണം ചെറുക്കൻ്റെ വീട്ടുകാരെത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എത്തണം. അതിനുവേണ്ടി ഞങ്ങൾ നല്ല ഫാസ്റ്റിൽ പോവുകയായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ റീച്ച് ആയിട്ടുണ്ട്. ഇവിടെയാണ് കല്യാണം നടക്കാൻ പോകുന്നത്. ചേച്ചിയുടെ ചേട്ടൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അമൃത വിനീത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി. അപ്പോഴത്തേക്ക് അവിടെ എല്ലാവരെയും കണ്ട് വെച്ചപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു. പിന്നെ ഇവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ട് നിന്നു. പിന്നെ മമ്മിയും പപ്പായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. അപ്പോൾ ഇതായിരുന്നു ഓഡിറ്റോറിയം. ഇവിടെയാണ് കല്യാണമൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവിടെ കുറേ കുട്ടിപ്പിള്ളേരൊക്കെ അപ്പോഴേക്കും ചെക്കനൊക്കെ വന്നു. അപ്പോൾ ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ താലപ്പൊലിയൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ചെക്കനെ സ്വീകരിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ ചെക്കനെ സ്വീകരിക്കാൻ പോകുന്ന ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ചെക്കനെ കൂട്ടിക്കൊണ്ടൊക്കെ വന്നു. സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ
കാത്തിരിക്കുകയാണ്. അങ്ങനെ ചെക്കൻ എത്തി. നമ്മുടെ ചേച്ചിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെണ്ണിനെ സ്വീകരിച്ചുകൊണ്ട് വന്ന് മണ്ഡപത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പെണ്ണും വന്ന് ഞങ്ങൾ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ുടെയും നമ്മുടെ രക്ഷിതാക്കളുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനരെല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ മംഗളകർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിചാരാക്ഷം വന്ദിരകം ഗണനായകം സർവവിഘ്നഹരം ദേവം സർവവിഘ്ന ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഭൂർഭുവസ്വാഹ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം തസ്മത് പരമാത്മനേ നമഃ. ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്തുല്യമഃ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുരുക്ര.
അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. അപ്പം ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്, കാരണം അങ്ങനെയൊന്നും എല്ലാവരും കൂടത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയപ്പോൾ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചേച്ചിയുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുമായിരുന്നു. ചേട്ടൻ്റെയും ചേച്ചിയുടെയും എല്ലാം ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ്. അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളും പോയി ഫുഡ് കഴിക്കാനിരുന്നു. അവിടെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കല്യാണ സദ്യ കഴിക്കുന്നത്. കഴിഞ്ഞ 2022 ഡിസംബറിലാണ് ഞാൻ ലാസ്റ്റ് ഒരു കല്യാണ സദ്യ കഴിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു കല്യാണ സദ്യ കഴിക്കുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ചേച്ചി പോകാൻ വേണ്ടി ഇറങ്ങാൻ സമയമായി. അപ്പോൾ ചേച്ചി പോകാൻ വേണ്ടി തുടങ്ങാം. എല്ലാവരും വെളിയിറങ്ങിയെന്ന് ചേച്ചിയുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചേച്ചി എല്ലാവരോടും യാത്രയൊക്കെ പറയുക. അങ്ങനെ ചേച്ചി എല്ലാവരോടും യാത്ര പറഞ്ഞു. അത് കഴിഞ്ഞ് ചേട്ടനും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. യാത്രയെല്ലാം പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് ചേച്ചിയും ചേട്ടനെയും കാറിൽ കയറ്റി വിട്ട് അങ്ങനെ എല്ലാവരും ചേച്ചിയെ സന്തോഷത്തോടെ പറഞ്ഞിച്ച ശേഷം ഞങ്ങളെല്ലാവരും നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ 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 ബൈ.